ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുള്ളത് ഒലിപ്രം ഹട്ടിലാണ്. ഒലിപ്രം ഹട്ട് എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, വളരെ പ്ലസൻ്റ്ലി ആയിട്ട് നമുക്ക് ആസ്വദിച്ച്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, നമ്മളെ കായലിലെ അഴകിലെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അത് തന്നെയാണ് പ്രത്യേകമായിട്ട് എന്നെ ആകർഷിച്ചത്. നല്ല കാറ്റും അങ്ങനെ നല്ലൊരു വൈബിങ് അറ്റ്മോസ്ഫിയറാണുള്ളത്. ഇവിടെ നമ്മൾ തൂക്കം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പുഴമീൻ പൊരിച്ച് തരും. പിന്നെ സാധാരണ മീൽസ് ഉണ്ടാവും. ഞങ്ങൾ സാധാരണ മീൽസ് ആട്ടോ എടുത്തത്. കാരണം വലിയ മീനൊക്കെയാണ് ഇവിടെ പൊരിച്ച് കിട്ടുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ മീനൊന്നും മക്കളൊന്നും കഴിക്കില്ല. പിന്നെ എന്താ ഇവിടെ നേരെ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് വെച്ചാൽ നമ്മൾ തോണിയുടെ സവാരി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ യാത്രയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ചെറിയ ആൾ ഇവിടെ ഒന്ന് ഇറങ്ങി വെള്ളത്തിൽ കുറച്ചു നേരം നിന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണ്. ഞങ്ങൾ സാധാരണ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഭക്ഷണത്തിനായിട്ട് നിൽക്കുമ്പോൾ ഈ സംഭവം കണ്ടില്ലേ, എന്ത് രസമാണ് അല്ലേ കാണാൻ തന്നെ. അത് ശരിക്കും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല നമ്മളെന്താ പറയുക, നല്ല നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എന്നാലും കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് ചൂടൊന്നും അറിഞ്ഞില്ല. കാരണം നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാറ്റാണ് ഉണ്ടായത്. ഭക്ഷണത്തിനായിട്ട് ഉണ്ടായത് എന്തൊക്കെയാണെന്നറിയോ? എരിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ കാള ഉണ്ടായിരുന്നു, ബീട്രൂട്ടിൻ്റെ അച്ചാറ് പോലെ ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, ചോറ്, സാമ്പാർ, പപ്പടം, മീൻകറി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പിന്നെന്താണ് നല്ല പായസം ഉണ്ടായിരുന്നു. ഗോതമ്പിൻ്റെ പായസമാണ് ഇട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു പായസം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് കടുക്ക ഫ്രൈ ചെയ്തത്, ഫ്രൈ എന്നല്ല കടുക്കതിൻ്റെ മസാലയാണ് ഞങ്ങൾ വാങ്ങിയത്. അതിൻ്റെ റേറ്റ് മാത്രം എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു ചെറിയ പ്ലേറ്റിന് 200 ഉണ്ടായിരുന്നത്. പക്ഷേ മീൽസ് വളരെ അഫോർഡബിൾ ആയിരുന്നു. കാരണം ഞങ്ങൾ 2.5 മീൽസാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും വലിയ ആക്കും വാങ്ങി. ചെറിയ ആൾ എൻ്റെ കൂടെ തന്നെ കേട്ടോ കഴിച്ചത്. അത്രയ്ക്കല്ലേ കഴിക്കുള്ളൂ, അവക്കായിട്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ 2.5 മീൽസാണ് ഞങ്ങൾ വാങ്ങിയത്. അതിന് 150 രൂപയായിട്ടുള്ളൂ. മീൽസ് വളരെ അഫോർഡബിൾ ആണ്. പിന്നെ 200 രൂപ ചെറിയ പ്ലേറ്റ് കടുക്ക ഫ്രൈക്ക് ആയപ്പോൾ ഞാനൊന്നും ഞെട്ടി എന്നുള്ളത് സത്യമാണ്. ഏതായാലും പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എരിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു മീഡിയം എരിവൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അതിൻ്റെ റേറ്റിൽ മാത്രമേ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മീൽസ് വളരെ അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. പായസവും മക്കൾ നല്ലതുപോലെ കഴിച്ചു. ഇത് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ നല്ലപോലെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ പുഴമീനൊക്കെ നല്ല സംഭവമാണ് കേട്ടോ. കാരണം അവരുടെ പ്ലേറ്റിങ് കണ്ട് അടുത്ത ഇതിലൊക്കെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. പക്ഷെ നമ്മൾക്ക് വാങ്ങിയിട്ട് കാര്യമില്ല, നഷ്ടമാവും. കാരണം കിലോയ്ക്ക് 1000 റുപ്പീസ് അങ്ങനത്തെ ഒക്കെ റേഞ്ചിലാണ് ഉള്ളത് ഞാൻ ചോദിച്ചപ്പം. പക്ഷെ മക്കൾ അത്ര ചെറിയ ആൾക്കാരില്ല, അത്രയ്ക്കൊന്നും കഴിക്കാൻ ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് വാങ്ങിയില്ല. അത് നെക്സ്റ്റ് ടൈം ആക്കാം. ഓക്കെ.